all, welcome back to my channel. ഇന്ന് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായി 1/2 കിലോ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 40 ചെറിയ ഉള്ളി, 8 പച്ചമുളക്, ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി, 5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതും ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും വേണം. ഇനി നമുക്ക് ഈ ഇഞ്ചി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് വേർതിരിച്ചെടുക്കണം. ഇഞ്ചി ചതച്ച് നീര് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തെളിനീര് മാത്രമാണ് നമ്മൾ ഇഞ്ചി കറിയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് മുഴുവനായി ഉപയോഗിച്ച് ചെറിയ കൈപ്രസം ഉണ്ടാവും. ഇത് നേരിട്ട് അരച്ചുപയോഗിച്ചാലും കൈപ്രസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീര് വേർതിരിച്ച് അതിൻ്റെ തെളിനീര് മാത്രം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കൊരു 2 കപ്പ് വെള്ളത്തിൽ പുളി ഇട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ പിഴിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിക്ക് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതായി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറുതായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മുമ്പ് തേങ്ങ വറുത്തരച്ച ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിയൊക്കെ മൂത്ത് ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായി മൂത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നന്നായി വേർതിരിഞ്ഞ് വരുന്നവരെയാണ് നമുക്ക് ഇളക്കേണ്ടത്.
ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയാണ്, അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 20 മിനിറ്റ് തിളയ്ക്കണം. നേരത്തെ നമ്മൾ ഇഞ്ചി നീര് മാറ്റി വെച്ചിരുന്നതാണ്, അതിൻ്റെ തെളിനീര് മാറ്റിയെടുക്കാം. ഇഞ്ചി നീരിന്ന് ഇതാണ് മാറ്റേണ്ടത്. ഇത് മാറ്റിയില്ലെങ്കിൽ ഇഞ്ചിക്ക് കൈപ്പുരസം ഉണ്ടാവും. ഇഞ്ചി നീര് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പറ്റി വരുന്നവരെ നമുക്ക് തിളപ്പിക്കണം. ഇതിന് നന്നായി തിളച്ച് പറ്റി വരണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞ് എണ്ണയിൽ മൂപ്പിച്ച് വറുത്ത് പൊടിച്ചും നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. എന്നാലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.